ഹോം പ്ലസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തിരക്കിട്ട ജീവിതത്തിനിടയിൽ എല്ലാത്തിനും എളുപ്പപ്പണി നോക്കുന്നവരാണ് ഭൂരിഭാഗം പേരും. പ്രത്യേകിച്ചും ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ എളുപ്പത്തിലുണ്ടാക്കാൻ കഴിയുന്നവയാകും നമ്മൾ തിരഞ്ഞെടുക്കുക. അതുമല്ലെങ്കിൽ തലേന്ന് വെച്ച ഭക്ഷണം നേരെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കും, ആവശ്യാനുസരണം എടുത്തു ചൂടാക്കി കഴിക്കും. എന്നാൽ ഇങ്ങനെ ചെയ്യുന്നത് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ചൂടാക്കി കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങൾ ഏതെല്ലാമെന്ന് നോക്കാം. ചിക്കൻ ഒരിക്കലും 2-3 ദിവസം ഫ്രിഡ്ജിൽ വെച്ച് ചൂടാക്കി കഴിക്കരുത്. ആവർത്തിച്ച് ചൂടാക്കുമ്പോൾ പ്രോട്ടീൻ സംയുക്തങ്ങൾ വിഘടിക്കും, വയറിന് കൂടുതൽ പ്രശ്നമുണ്ടാകും, ദഹനത്തിന് തടസ്സം നേരിടും. എത്രയധികം ചൂടാക്കുന്നുവോ അത്രയും വ്യത്യാസം രുചിയിലും ഗുണത്തിലും ഉണ്ടാകും. ഉരുളക്കിഴങ്ങ്. മിക്കവരും ഉരുളക്കിഴങ്ങ് ചൂടാക്കിയെടുക്കാറുണ്ട്. എല്ലാ വീടുകളിലും എല്ലാ ദിവസവും ഉരുളക്കിഴങ്ങ് വിഭവങ്ങൾ ഉണ്ടാകും. ഉരുളക്കിഴങ്ങ് ഫ്രിഡ്ജിൽ വെച്ച ശേഷം ചൂടാക്കിയെടുക്കുന്നത് ശരീരത്തിന് ഏറെ ദോഷം ചെയ്യും. അന്നജമാണ് ഉരുളക്കിഴങ്ങിന്റെ മേന്മ. ശരീരത്തിന് ധാരാളമായി വേണ്ടതാണ് അന്നജത്തിന്റെ സാന്നിധ്യം. ചൂടാക്കുന്നത് ബോട്ടുലിസം എന്ന അപൂർവ ബാക്ടീരിയയുടെ വളർച്ചയ്ക്ക് കാരണമാകും. മൈക്രോവേവിൽ ചൂടാക്കിയാൽ ബാക്ടീരിയ നശിക്കും, പക്ഷേ ഭക്ഷ്യവിഷബാധ ഉണ്ടായേക്കാം. ചീര. മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ് ചീര. നൈട്രേറ്റിന്റെ സംഭരണമാണ് ചീരയുടെ പ്രത്യേകത. ചൂടാക്കുമ്പോൾ ഇവ കാൽസിനോജനിക്കായി മാറും. ഒരിക്കൽ ചൂടാക്കിയാൽ ചൂടൊഴിവായ ശേഷം കഴിക്കുക. നൈട്രേറ്റ് സാന്നിധ്യം നിലനിർത്താൻ 5 ഡിഗ്രി സെൽഷ്യസ് താഴെ ഊഷ്മാവാണ് വേണ്ടത്. എണ്ണ ബാക്കി വന്നാൽ പിന്നെ വേറെയൊന്നും ചിന്തിക്കില്ല. തീരുന്നതുവരെ എണ്ണ ചൂടാക്കി ഉപയോഗിക്കുന്നവരാണ് ഇന്നധികവും. പപ്പടം പൊള്ളിച്ച ബാക്കി എണ്ണയിൽ മീൻ വറുക്കും. പൂരി തയ്യാറാക്കി ബാക്കിയായ എണ്ണയിൽ പപ്പടം വറുക്കും. ഇതാണ് മിക്കവരും ചെയ്തു വരുന്നത്. എണ്ണ വീണ്ടും വീണ്ടും ചൂടാക്കിയാൽ അതിൽ നിന്നുയരുന്ന വിഷമയമായ പുക ശ്വാസകോശത്തിന് വരെ പ്രശ്നമുണ്ടാകും. ബീട്രൂട്ട് ഒരിക്കലും ആവർത്തിച്ച് ചൂടാക്കരുത്. കാരണം ചീര പോലെ നൈട്രേറ്റ് ദായകമാണ് ബീട്രൂട്ട്. ചീര ആവർത്തിച്ച് ചൂടാക്കുന്ന അതേ ദോഷഫലങ്ങൾ ബീട്രൂട്ട് ചൂടാക്കുമ്പോഴും ഉണ്ടാകും. കൂടാതെ വയർവേദനയും ഉണ്ടാകും. ചോറ്. അരി അടുപ്പിൽ ചൂടാക്കിയാലും മൈക്രോവേവിൽ ചൂടാക്കുന്ന അത്ര ദോഷമില്ലെന്നാണ് വിദഗ്ധർ പറയുന്നത്. അരിയിലുണ്ടായിരുന്ന ബാക്ടീരിയ അതിജീവിക്കാൻ മാത്രമേ ഒന്നിലധികം തവണ ചൂടാക്കുന്നത് ഉപകരിക്കുകയുള്ളൂ. വീണ്ടും സാധാരണ ഊഷ്മാവിലേക്ക് എത്തുമ്പോൾ ബാക്ടീരിയ ഇരട്ടിക്കും. ചൂടാക്കുന്നതിനു പകരം വെള്ളത്തിൽ തിളപ്പിച്ചെടുക്കുക. അധികം സമയം തിളക്കാതെയും ശ്രദ്ധിക്കുക. മുട്ട ഒറ്റത്തവണയെ ചൂടാക്കാൻ പാടുള്ളൂ. കാരണം ആദ്യത്തെ ചൂടാക്കലിൽ തന്നെ പ്രോട്ടീന്റെ സാന്നിധ്യം കുറയും. അധികമായി വേവിച്ചെടുക്കുന്നതും ഗുണം ചെയ്യില്ല. ചായ. മലയാളികളുടെ പ്രിയപ്പെട്ട പാനീയങ്ങളിലൊന്നാണ് ചായ. ഏത് പാതിരാത്രിയിൽ കൊടുത്താലും ചായ കുടിക്കാൻ മടിയില്ലാത്തവരാണ് പല ആളുകളും. നല്ല ചൂട് ചായ കുടിക്കാനാണ് പലർക്കും ആഗ്രഹം. ചിലർക്കെങ്കിലും ചിലപ്പോൾ സമയത്തിരക്ക് കാരണം ചായ ചൂടോടെ കുടിക്കാൻ പറ്റാറില്ല. ചൂടാറിപ്പോയ ചായ വീണ്ടും ചൂടാക്കി കുടിക്കുന്നവരായിരിക്കും ഭൂരിഭാഗം മലയാളികളും. എന്നാൽ ചായ ചൂടാക്കി കുടിക്കുന്നത് അത്ര നല്ലതല്ല. കാരണം ഇത് വീണ്ടും ചൂടാക്കുന്നതിലൂടെ ഇതിലെ ആന്റി ഓക്സിഡന്റുകളും പോളിഫെനോളുകളും നഷ്ടപ്പെടും. മാത്രമല്ല ആദ്യം തയ്യാറാക്കിയ ചായയുടെ അത്രയും രുചി വീണ്ടും ചൂടാക്കിയ ചായയ്ക്ക് ലഭിക്കില്ല.